പ്രസിഡന്റ് ട്രംപിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു ആക്രമണ ശ്രമം നടന്നു എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ മുതൽ നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് സംഭവം എന്ന് ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണും. ഇതിന്റെ പുറകിൽ ആരാണ് എന്നതാണ് എല്ലാവരുടെയും സംശയം. ആദ്യം എന്താണ് സംഭവം എന്ന് അറിയാത്തവർക്ക് വേണ്ടി എന്ന് പറയാം. വാഷിംഗ്ടണിലെ വിരുന്ന് രാത്രി, ഇന്നലെ വാഷിംഗ്ടണിൽ ട്രംപിന്റെ നേതൃത്വത്തിൽ വിരുന്ന് നടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആ ഒരു കെട്ടിടത്തിന് പുറത്ത്, അതായത് വാഷിംഗ്ടൺ ഹിൽട്ടൺ ഹോട്ടലിന്റെ പുറത്ത് വെടിവയ്പ് ഉണ്ടാവുകയാണ്. പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർ, സീക്രട്ട് സർവീസ് ഏജന്റിന്റെ ഉദ്യോഗസ്ഥർ പെട്ടെന്ന് തന്നെ വരുന്നു. ട്രംപിനെയും വൈസ് പ്രസിഡന്റിനെയും അതുപോലെ ഫസ്റ്റ് ലേഡി അടക്കമുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെയൊക്കെ അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് മാറ്റുന്നു. ഇവരൊക്കെ തന്നെ ആ ഒരു ടേബിളിന്റെ അടിയിൽ ഒളിക്കുകയാണ് ആദ്യം ഉണ്ടായത്. അതിനുശേഷം അവരെയൊക്കെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റുകയാണ് ചെയ്തത്. സോ ഈ വെടിവയ്പ് നടന്നത് ഈ വൈറ്റ് ഹൗസ് കറസ്പോണ്ടൻസ് ഡിന്നറിന്റെ ഇടയിലാണ് വെടിവയ്പ് നടക്കുന്നത്. അകത്തല്ല, കെട്ടിടത്തിന് പുറത്ത്. ഏപ്രിൽ 25 ശനിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം ഇന്ന് രാവിലെ ട്രംപും മെലാനിയയും അടക്കമുള്ള പ്രമുഖർ വിരുന്നിൽ പങ്കെടുക്കുന്ന സമയത്താണ് ഹോട്ടലിന്റെ പുറത്ത് വെടിയൊച്ചകൾ മുഴങ്ങുന്നത്. ഉടനെ തന്നെ സീക്രട്ട് സർവീസ് ഏജന്റുമാർ വേദിയിലേക്ക് ഇരച്ചു കയറുകയും ട്രംപിനെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഹാളിൽ ഉണ്ടായിരുന്ന 100 കണക്കിന് മാധ്യമ പ്രവർത്തകരും ഉദ്യോഗസ്ഥരും അടക്കമുള്ള അവരുടെ കുടുംബാംഗങ്ങൾ അടക്കമുള്ള എല്ലാവരും ടേബിളുകൾക്ക് താഴെ ഒളിക്കുകയാണ് ഉണ്ടായത്. കാരണം ഇനി അകത്തെങ്ങാനും വെടി ഉണ്ടാകുമോ എന്ന് എല്ലാവരും ഭയപ്പെട്ടു. അക്രമിയെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. 31 വയസ്സുകാരനായിട്ടുള്ള കോൾ തോമസ് അല്ലൻ എന്ന് പറയുന്ന ആളാണ് പ്രതി. FBI ഇയാളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇയാളുടെ പക്കൽ നിന്ന് ഷോട്ട് ഗൺ, അതുപോലെ ഹാൻഡ് ഗൺ, കത്തികൾ എന്നിവയൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. ഒരു സെക്യൂരിറ്റി ഗേറ്റിന് നേരെയാണ് ആക്രമണം ഇയാൾ നടത്തുന്നത്. ഭാഗ്യവശാൽ ഒരു സീക്രട്ട് സർവീസ് ഏജന്റിന് വെടിയേറ്റുവെങ്കിലും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഉള്ളതിനാൽ അദ്ദേഹവും സുരക്ഷിതനാണ്. സംഭവത്തിന്റെ തൊട്ടു പിന്നാലെ വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപ് മാധ്യമങ്ങളെ കണ്ടു. സീക്രട്ട് സർവീസിനെ അഭിനന്ദിച്ച അദ്ദേഹം അക്രമിയെ ക്രൂരനായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചു. പരിപാടി തുടരാൻ താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും എന്നാൽ സുരക്ഷാ കാരണങ്ങളാൽ അത് മാറ്റിവെച്ചതായും അദ്ദേഹം അറിയിച്ചു. ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, 2024 ട്രംപിന്റെ ഒരു റാലിയിൽ, അന്ന് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടില്ല, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ റാലിയിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് നേരെ ഒരു വധശ്രമം ഉണ്ടാവുകയും അദ്ദേഹത്തിന്റെ ചെവിയിൽ ബുള്ളറ്റ് കൊണ്ടിട്ട് അത് പാഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. കാര്യമായ പരിക്കന്ന ഇത് അദ്ദേഹത്തിന്റെ ചെവിക്ക് സംഭവിച്ചു, കഴുത്തിന് തൊട്ടു മുകളിലായിട്ട്. സോ ആ ഒരു സംഭവത്തിന് ശേഷം ട്രംപിന് വലിയ രീതിയിലുള്ള സുരക്ഷയൊക്കെ നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഈ അദ്ദേഹം ഇരിക്കുന്ന ഒരു കെട്ടിടത്തിന് പുറത്ത് വെടിവയ്പ് ഉണ്ടായി എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ സുരക്ഷാ വീഴ്ച തന്നെയാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിലെ വലിയ അനിശ്ചിതത്വമാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും വലിയ സുരക്ഷാ സന്നാഹങ്ങൾ ഉള്ളൊരു സ്ഥലത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നത് എന്നതിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ വിഷയത്തില് പലതരത്തിലുള്ള സംശയങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പ്രേക്ഷകർക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യും. ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഇതിന്റെ പുറകിൽ ഇറാനും ഇറാനെ അനുകൂലിക്കുന്ന ടീമുകളുമുണ്ട് എന്നൊരു സംശയമാണ്. ട്രംപ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തന്നെ വധിക്കാൻ ഇറാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഇറാനെ പിന്നെ ബാക്കി വച്ചേക്കരുത്, വേണ്ട നിർദ്ദേശമെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ട്രംപ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ പലതവണ. അപ്പോൾ ഇറാനെതിരായിട്ട് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ ഈ ഒരു നീക്കത്തിന് മുന്നിൽ ഇറാനോ ഇറാനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘങ്ങൾക്കോ പങ്കുണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ സാധ്യത. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത്, ട്രംപിനോട് വിരോധമുള്ള അമേരിക്കയിലെ മറ്റൊരു ലോബി, അത് ഡീപ് സ്റ്റേറ്റ് ആണോ എന്ന് നമുക്കറിയില്ല, എന്തായാലും അതുപോലുള്ള ഏതെങ്കിലും ഒരു ലോബി ട്രംപിനെ വകവരുത്താൻ ശ്രമിച്ചതാണോ? ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം ഇറാന്റെ തലയിൽ കെട്ടിവെക്കാൻ ഈ സമയത്ത് നല്ല എളുപ്പമാണല്ലോ. ട്രംപ് തന്നെ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്, എനിക്ക് എന്ത് പറ്റിയാലും ഉത്തരവാദിത്തം ഇറാനാണെന്ന്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. ട്രംപിനെ എതിർക്കുന്ന മറ്റൊരു രഹസ്യ ഗ്രൂപ്പോ ഒരു വലിയ ലോബിയോ അല്ലെങ്കിൽ അമേരിക്കയിൽ തന്നെയുള്ള ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കുന്ന എന്തെങ്കിലും ഒരു സഖ്യമാണോ ഇതിന്റെ പുറകിലെന്ന് രണ്ടാമതൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ സംശയം എന്ന് പറയുന്നത്, ഇത് സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നുള്ളതാണ്. അതായത് വാഷിംഗ്ടണിലെ വിരുന്നിനിടെ ഉണ്ടായ ഈ ആക്രമണത്തിന്റെ പുറകില് ഒരു പക്ഷേ ഒരു നാടകം, രാഷ്ട്രീയ നാടകം, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ, അമേരിക്കയിൽ ചില തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കാനുണ്ട്, ഇത് ലക്ഷ്യം വെച്ചുള്ള ഒരു രാഷ്ട്രീയ നാടകമാണോ എന്നൊരു സംശയമുണ്ട്. ട്രംപിന്റെ അപ്രൂവൽ റേറ്റിംഗ് കുറയാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ യുദ്ധം ട്രംപിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ആയിട്ടുണ്ട്, ഇറാനുമായിട്ടുള്ള യുദ്ധം. അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രംപിന് ജനങ്ങൾക്കിടയിൽ പ്രീതി ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വളരെ കുറവാണ്. ചരിത്രത്തിൽ ഏറ്റവും കുറവ് ജനപ്രീതിയുള്ള ഒരു സമയമാണ് ട്രംപിന്. അപ്പോൾ ട്രംപിനെ ഭയങ്കരമായിട്ട് അന്ധമായിട്ട് ആരാധിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ അമേരിക്ക കത്തും, ചിലപ്പോൾ രണ്ടാവും, അങ്ങനത്തെ ഒരു സ്ഥിതിയൊക്കെ ഉണ്ട്. അപ്പൊ ട്രംപിനെ കൊല്ലാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് എന്നും ട്രംപ് ശരിയായ പാതയിൽ തന്നെയാണ്, അമേരിക്കയ്ക്ക് നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്,
അതിൽ അമേരിക്കയുടെ ശത്രുക്കൾ അസംതൃപ്തരായതുകൊണ്ട് അവർ ട്രംപിനെ വധിക്കാൻ ശ്രമിക്കുകയാണ് എന്നുമുള്ള ഒരു 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 നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത് എന്നും പറയപ്പെടുന്നു. പക്ഷെ ഇതെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ചില ആളുകളുടെ അഭിപ്രായ പ്രകടനങ്ങൾ മാത്രമാണ്. മറിച്ച് ഇതിന്റെ പുറകിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റു പല കാരണങ്ങളും ഉണ്ടാകാം. എന്തായാലും ഈ വിഷയത്തിൽ ട്രംപിനെ വധിച്ചിട്ട് ആർക്ക് എന്താണ് നേടാനുള്ളത്, എന്തായിരിക്കാം ഈ ആക്രമണത്തിന്റെ കാരണം, ആരായിരിക്കാം ഇതിന്റെ പുറകിൽ, പ്രേക്ഷകർക്ക് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.